ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് മത്തങ്ങ നന്നാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മത്തങ്ങ കഴുകിയെടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അത്. നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ച് വയ്ക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. കറി വെച്ച് കൊടുക്കുക. നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചേർക്കാം. സവോള വേണമെങ്കിലും ചേർക്കാം. ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അപ്പൊ നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം. മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പുളി ചേർക്കണമെങ്കിൽ ഒരു ലേശം പുളി ഇപ്പോൾ ചേർക്കാട്ടോ. ഞാനിപ്പോൾ പുളി ചേർക്കണില്ല. പുളി ചേർക്കുന്നുള്ളവർക്ക് ഈ സമയത്ത് പുളി ചേർക്കാം. നമുക്ക് അടച്ചു വെക്കാം. അതിനൊരു അരപ്പുണ്ടാക്കി എടുക്കാം. കറിക്ക് ഒരു അരമുറി തേങ്ങ, ലേശം ചെറിയ ജീരകട്ട, പാകത്തിന് വെള്ളം ചേർക്കുക. നന്നായി അരച്ചെടുക്കുക. അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിയൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മത്തങ്ങ ഒന്ന് പയ്യെ ഉടച്ചു കൊടുക്കുക. നമുക്ക് കറിയിലേക്ക് ഇതൊഴിക്കുക. ഇനി ഇത് തിളയ്ക്കണ്ട കേട്ടോ. തള വരാറാകുമ്പോഴേക്കും നമ്മളിത് വാങ്ങി വെക്കണം. നമുക്ക് ഇത് തള വരണേക്കാട്ടി മുന്നേ വാങ്ങി വയ്ക്കാം. നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മൾ അരച്ച് ചേർത്തതിന് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് 3 മുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് കറിയിലേക്ക് എടുത്തൊഴിക്കാം. നമ്മുടെ മത്തങ്ങ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചോറ് കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മുടെ മത്തങ്ങ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.